കോൺഗ്രസിനെ വെട്ടിലാക്കുന്ന ശശി തരൂർ ഇത്തവണ ഇന്ത്യ സഖ്യത്തെ മൊത്തത്തിൽ പ്രതിരോധത്തിലാക്കി. പാർലമെന്റിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ വിമർശിച്ച് ശശി തരൂർ MP രംഗത്ത് വന്നു. സഭയിൽ പ്രതിപക്ഷം നിരുത്തരവാദപരമായി പെരുമാറുന്നുവെന്നും ചർച്ചകളിലൂടെ സർക്കാരിനെ വെല്ലുവിളിക്കുന്നതിന് പകരം ബഹളം വെച്ച് നടപടികൾ തടസ്സപ്പെടുത്തുകയാണെന്നും തരൂർ വിമർശിച്ചു. എന്നാൽ ഉപദേശം കോൺഗ്രസിനോട് മതിയെന്ന് P. സന്തോഷ് കുമാർ MP പ്രതികരിച്ചു. നമ്മൾ എന്തെങ്കിലും വ്യക്തിത്വം ഉള്ളവരെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുക. ഐക്യരാഷ്ട്രസഭയുടെ ഭാഗമൊക്കെ ആയിട്ടിരുന്ന ഒരാൾ കയറി വന്നതിന് ശേഷം പിന്നെ ഈ പ്രതിപക്ഷത്തിന് ക്ലാസ് എടുക്കാൻ വേണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പറയാം, അവർ കോൺഗ്രസിന് ഉപദേശിച്ചോട്ടെ, അവർ പക്ഷേ പ്രതിപക്ഷത്തിന് മൊത്തം ഉപദേശിക്കേണ്ട. കാരണം ഞങ്ങൾ ചെറുതാണെങ്കിൽ ഞങ്ങൾ പ്രതിപക്ഷത്തിന്റെ ഭാഗമാണ്. നോബൽ മാരിക്കാരൻ നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് ഈവനിംഗ് നോബൽ മാരിക്കാരൻ. ഇപ്പോൾ പ്രതിപക്ഷ നിരയിൽ ഇരുന്നു കൊണ്ട് ഭരണപക്ഷത്തിന് ആയുധം കൊടുക്കുന്ന ശശി തരൂരിനെ ഇന്ത്യ സഖ്യം മൊത്തത്തിൽ കോൺഗ്രസിനോട് ആവശ്യപ്പെടുമോ ഇനിയൊന്ന് പുറത്താക്കാൻ? വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞുകൊണ്ട് കോൺഗ്രസിനെ എക്കാലത്തും സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട് ശശി തരൂർ. ഇപ്പോൾ എന്താണെങ്കിലും ഇന്ത്യ സഖ്യത്തെ കൂടി പ്രതിരോധത്തിൽ ആക്കിയാണ് തരൂർ എന്ന് വേണം പറയാൻ. പാർലമെന്റിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെയാണ് തരൂർ വിമർശിക്കുന്നത്. ഉത്തരവാദിത്വം ഇല്ലാതെയാണ് പ്രതിപക്ഷം പെരുമാറുന്നത് എന്ന് തരൂർ വിമർശനം ഉന്നയിക്കുന്നു. ശൂന്യവേള, ചോദ്യോത്തരവേള അടക്കമുള്ള പ്രധാനപ്പെട്ട സമയങ്ങളിൽ കേന്ദ്രമന്ത്രിമാരെ മുൾമുനയിൽ നിർത്തുന്നതിന് പകരം പ്രതിഷേധിച്ച് കളയുകയാണ് എന്നാണ് തരൂരിന്റെ വിമർശനം. ഇത് നഷ്ടപ്പെടുത്തുന്നത് പ്രതിപക്ഷത്തിന്റെ സമയമാണ് എന്ന മുന്നറിയിപ്പ് കൂടി തരൂർ നൽകുകയും ചെയ്യുന്നുണ്ട്. UPA കാലത്ത് എങ്ങനെയാണോ BJP പാർലമെന്റിനെ സമീപിച്ചത് അതേ രീതി തന്നെ ഇന്ത്യ സഖ്യം പിന്തുടരുന്നു എന്ന വിമർശനവും തരൂർ മുന്നോട്ട് വയ്ക്കുന്നു. പ്രധാനമന്ത്രി സഭയിൽ വരാത്തതിനെയും തരൂർ വിമർശിക്കുന്നുണ്ട്. അത് മാത്രമല്ല, കൂടിയാലോചനകൾ ഇല്ലാതെ സർക്കാർ നിയമനിർമ്മാണം അടക്കം നടത്തുന്നതിനെയും തരൂർ രൂക്ഷമായി തന്നെ വിമർശിക്കുന്നു. അതേസമയം പ്രതിപക്ഷത്തിന് എതിരെ തരൂർ ഉയർത്തിയ വിമർശനത്തിൽ കടുത്ത അതിർത്തി കോൺഗ്രസിലുണ്ട്. അത് മാത്രമല്ല, പ്രതിപക്ഷ പാർട്ടികളും വലിയ അതിർത്തിയിലാണ്. പ്രത്യേകിച്ച് CPI പറയുന്നത് വ്യക്തിത്വം ഇല്ലാത്തവരുടെ പ്രതികരണങ്ങളോട് പ്രതികരിക്കാനില്ല, മറുപടി നൽകേണ്ടതില്ല എന്നാണ് സന്തോഷ് കുമാർ അടക്കമുള്ള ആളുകൾ വിമർശനം ഉന്നയിക്കുന്നത്. അതാണെങ്കിലും നിരന്തരം കോൺഗ്രസ് ശശി തരൂർ ഇത്തരത്തിൽ പ്രതിരോധത്തിൽ ആക്കിയാണ്. ഒപ്പം ഇന്ത്യ സഖ്യത്തെയും ഇപ്പോൾ പ്രതിരോധത്തിൽ ആക്കിയിരിക്കുന്നു എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. വ്യക്തമാണ്. അതിനോടുള്ള മറുപടി എന്താണെന്നും നടപടി എന്താണെന്നും അറിയണം. താങ്ക് യു നോബൽ മാരിക്കാരൻ.